Salam Namaste. Hi, I am Dr. Sharon Paul Balatingal and I make videos on life motivation and dentistry. ഇന്നത്തെ വീഡിയോ how to find positivity in the midst of negativity. നിങ്ങൾ നെഗറ്റിവിറ്റിയുടെ നടുവിലിരുന്നും എങ്ങനെ പോസിറ്റിവിറ്റി കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തെ എൻ്റെ ടിപ്പാണ് റൈറ്റ് എ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ഡെയിലി. എന്നും രാവിലെയോ അല്ലെങ്കിൽ രാത്രിയോ അന്നന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്താണ് സന്തോഷം തന്നത്, എന്ത് കാര്യത്തിനാണ് ദൈവത്തിനോട് നിങ്ങൾക്ക് നന്ദി പറയാൻ തോന്നുന്നത്, അത് ഓരോ ദിവസവും നിങ്ങൾ എഴുതുക. അത് വളരെ സിമ്പിളായിരിക്കാം, പക്ഷെ എന്നാലും നിങ്ങളത് എഴുതണം. ഞാൻ സാധാരണ എഴുതാറുള്ളത് മോർണിംഗ്സിലാണ്. തലേ ദിവസത്തെ കാര്യങ്ങൾ ഓർത്തിട്ടാണ് ഞാൻ എഴുതാറുള്ളത്. തലേ ദിവസം എനിക്ക് ദൈവത്തിനോട് നന്ദി പറയണമെന്ന് തോന്നിയ ഏതൊരു ചെറിയ കാര്യവും എഴുതും. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതൊരു ചെറിയ കാര്യം എന്ന് പറഞ്ഞാൽ രാവിലെ ഒന്ന് എഴുന്നേൽക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് തന്നെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവേണ്ട കാര്യമല്ലേ. ഐ ഷുഡ് ബി താങ്ക്ഫുൾ ടു ഗോഡ് ബിക്കോസ് ഐ ആം അലൈവ് ടുഡേ അല്ലേ. അങ്ങനെ എല്ലാ ഈച്ച് ആൻഡ് എവറി കാര്യങ്ങളും നിങ്ങൾ ഓർത്തിട്ട് എന്തൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളും തൊട്ട് വലിയ വലിയ കാര്യങ്ങൾ വരെയുമുള്ള എല്ലാ താങ്ക്ഫുൾ ആയിട്ടുള്ള മൊമെന്റ്സും നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക. മുമ്പത്തെ ഒരു വീഡിയോയിൽ ഇതിനെപ്പറ്റി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിലൊരു നല്ലൊരു എക്സാമ്പിളാണ്, നമ്മൾ ജോലി സ്ഥലത്തേക്ക് കയറി ചെല്ലുമ്പോൾ സെക്യൂരിറ്റി ചേട്ടൻ നമ്മളെ നോക്കി ചിരിച്ചതാവാം, പക്ഷെ അതും ദൈവത്തിനോട് നന്ദി പറയേണ്ട ഒരു സാഹചര്യമല്ലേ. ലൈഫിലുള്ള ഓരോ കാര്യങ്ങൾക്കും ദൈവത്തിന് നന്ദി പറയാൻ കൂടുതൽ പഠിക്കാം. സോ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ഡെയിലി എഴുതുക. രണ്ടാമത്തെ ടിപ്പാണ് ജേർണൽ യുവർ തോട്ട്സ്. ആദ്യത്തെ കാലഘട്ടങ്ങളിൽ ജേർണലിംഗ് എന്താണ് എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ചുമ്മാ ഡയറി എഴുതുന്നതാണോ എന്ന്. അന്നന്ന് നടക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്തില്ലെങ്കിലും, പ്രത്യേകിച്ച് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് സങ്കടം തോന്നിയ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ദയവ് ചെയ്ത് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ ആ ഫ്രണ്ടിനോട് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളത് ഒരു ഡയറിയിൽ എഴുതുക. ഇതിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ജേർണലിംഗ്. നിങ്ങൾക്ക് ആ ദിവസം സങ്കടം തോന്നിയ കാര്യങ്ങൾ നിങ്ങൾ ആ ബുക്കിലേക്ക് പകർത്തുമ്പോൾ നിങ്ങളുടെ മൈൻഡ് ക്ലിയർ ആകും. ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറുന്നില്ല, പക്ഷേ നിങ്ങളുടെ അന്നത്തെ ദിവസത്തെ നിങ്ങളുടെ മൈൻഡിലെ ടെൻഷൻസ് എല്ലാം കുറയുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എന്നോട് തോന്നുമായിരിക്കും ഇതിങ്ങനെ വെറുതെ ഡയറിയിൽ എഴുതിയാൽ എന്താ വ്യത്യാസം ഉണ്ടാവുക എന്ന്. പക്ഷെ നിങ്ങൾ ഈ ഒരു പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഞാൻ ഈ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് എനിക്കത് മനസ്സിലായത് ജേർണലിൻ്റെ ഇമ്പോർട്ടൻസ്. അന്നുള്ള ഫീലിങ്സ്, ഞാൻ രാത്രിയാണ് ജേർണലിംഗ് ചെയ്യാറുള്ളത്. അന്നന്ന് എന്തെങ്കിലും ഡെയിലി ഒന്നും നിങ്ങൾക്ക് സങ്കടമുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നില്ലല്ലോ. നിങ്ങൾക്ക് സങ്കടം ഉണ്ടാവുന്ന കാര്യങ്ങൾ ഉണ്ടാവുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ഈ ജേർണൽ എടുത്ത് രാത്രി നിങ്ങളുടെ തോട്ട്സ് എല്ലാം നിങ്ങൾ ആ ജേർണലിലേക്ക് എഴുതുക. ഇത് മെയിനായിട്ടും പറയാൻ കാര്യം രാത്രി നിങ്ങളുടെ ഉറക്കം പോവാതിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. 8 മണിക്കൂറത്തെ ഒരു ഉറക്കമുണ്ട്. ആ 8 മണിക്കൂറത്തെ ഉറക്കത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സങ്കടങ്ങളോട് കൂടിയാണ് നിങ്ങൾ പോയി കിടക്കുന്നതെങ്കിൽ ഉറപ്പായും അതിലൊരു 4-5 മണിക്കൂർ നിങ്ങൾ ഈ ചിന്തയിലായിരിക്കും, നിങ്ങൾ ഈ സങ്കടത്തിലായിരിക്കും, നിങ്ങൾ കിടന്ന് കരയായിരിക്കും. തൊട്ടപ്പുറത്ത് ഹസ്ബൻഡ് സുഖമായി ചിലപ്പോൾ കുറുക്കം വലിക്കുന്നുണ്ടാവും, പക്ഷെ അതല്ല, നമ്മൾക്ക് സങ്കടങ്ങൾ ഉണ്ടാവില്ലേ, അത് ഈ ഡയറിയിലേക്ക് എഴുതുക. 8 മണിക്കൂറിൽ 4 മണിക്കൂറും ചിന്തിച്ച് കളയുന്ന നിങ്ങൾ മിക്കവാറും ഒരു മണിക്കൂറിനകം ഉറങ്ങാൻ ചാൻസ് ഉണ്ട്. 1 മണിക്കൂറേ നിങ്ങൾ ചിന്തിക്കുള്ളൂ. മൂന്നാമത്തെ ടിപ്പാണ്, നിങ്ങൾക്ക് അത്യധികമായി സഹിക്കാൻ കഴിയാത്ത രീതിയിലുള്ള വിഷമമാണ് ഉള്ളതെന്നിരിക്കട്ടെ, നിങ്ങളൊരു ഹെൽപ്പ് തേടാൻ ഒരിക്കലും പുറകോട്ട് നിൽക്കരുത്. നമ്മളുടെ ഇന്ത്യയിലാണെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിനോ സൈക്കോളജിസ്റ്റിനോ പോയി കാണുക എന്ന് പറഞ്ഞാൽ ഒരു നാണക്കേടുള്ള ഒരു കാര്യമാണ് അല്ലേ. പക്ഷേ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു സൈക്കാട്രിസ്റ്റും സൈക്കോളജിസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. സാധാരണ ഇംഗ്ലീഷ് മൂവീസ് എല്ലാം കണ്ടാൽ അതിൽ പിക്ചറൈസ് ചെയ്തിരിക്കുന്നത് ഒരു സൈക്കോളജിസ്റ്റിനെ പോയി കാണുന്നത് ഡെയിലി നമ്മൾ ഒരു ഗ്രോസറിയിൽ പോയി സാധനം വാങ്ങുന്ന അത്രയും ലാഘവത്തോടു കൂടിയാണ് ഒരു ഹോളിവുഡ് മൂവീസിലെല്ലാം അതിനെ പിക്ചറൈസ് ചെയ്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ദാറ്റ്സ് ട്രൂ. മെന്റൽ ഹെൽത്ത് ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ്. ചിലപ്പോൾ ഡെയിലി നിങ്ങൾക്ക് ഒരു തെറാപ്പിസ്റ്റിനെ സമീപിച്ചാൽ നിങ്ങളുടെ ലൈഫ് ഇപ്പോഴത്തേലും കൂടുതൽ ഹാപ്പിയർ ആക്കാൻ നിങ്ങൾക്ക് സാധിക്കും. സൈക്കോളജിസ്റ്റ് എന്ന് വെച്ചാൽ നമ്മളെ മെന്റലി ഉള്ള നമ്മളുടെ പ്രശ്നങ്ങളിലെല്ലാം നമ്മളെ സഹായിക്കാനിരിക്കുന്ന ഒരു വ്യക്തി. ആ വ്യക്തി ഇനെ കൗൺസിലർ എന്നും പറയാം. നമ്മളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ നമ്മൾക്ക് അവരോട് സംസാരിക്കാം. അവർ നല്ലൊരു ലിസണർ ആയിരിക്കും. നമ്മൾക്ക് വേണ്ടുന്ന സൊല്യൂഷൻസ് അവർ നമുക്ക് പറഞ്ഞു തരും. സൈക്കാട്രിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് മെന്റൽ ഹെൽത്തിന് എന്തെങ്കിലും ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ അതിന് മരുന്നെഴുതുന്ന ഡോക്ടേഴ്സ്. സൈക്കോളജിസ്റ്റിനെ തെറാപ്പിസ്റ്റ് എന്നും നമ്മൾ വിളിക്കും. ഒരു തെറാപ്പിസ്റ്റിനെ പോയി നമ്മളുടെ പ്രശ്നങ്ങൾ പറയുകയും അവരുമായി നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഒരു മെഡിക്കലി അതിനെപ്പറ്റി പഠിച്ചിട്ടുള്ള ഒരാളോടാണ് നമ്മൾ സംസാരിക്കുന്നത്. അതേസമയം വേറൊരു ടീം ആൾക്കാരുണ്ട്, കൗൺസിലേഴ്സ്. ഈ കൗൺസിലേഴ്സിനെ പോയി കാണുന്നതാണോ സൈക്കോളജിസ്റ്റിനെ പോയി കാണുന്നതാണോ നല്ലത്? ഇതിനെപ്പറ്റി ഡീപ്പായിട്ടുള്ള ഒരു നോളേജ് അറിയാവുന്നതുകൊണ്ട് പറയുന്നതാണ്, ഒരു കൗൺസിലറിനെ പോയി കാണുന്നതിലും നല്ലത് ഒരു സൈക്കോളജിസ്റ്റിനെ പോയി കാണുന്നതാണ്.
നമ്മുടെ ഇന്ത്യയിൽ ഇതിനെ നാണക്കേടായി കരുതുന്നുണ്ടെങ്കിലും ഇതിനെ നോർമലൈസ് ചെയ്യേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ കുട്ടികളെല്ലാം സൂയിസൈഡിലേക്കും എല്ലാം പോകുന്നത് അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാൻ ആളുകളില്ലാത്തതുകൊണ്ടാണ്. നമ്മൾ മാതാപിതാക്കൾ എന്നുള്ള രീതിയിൽ നമ്മൾ വിചാരിക്കും നമ്മൾ നല്ല ഫ്രണ്ട്സ് ആണല്ലോ ഇവരായിട്ട്, പിന്നെ എന്തുകൊണ്ട് ഇവർ കാര്യങ്ങൾ എന്നോട് ഷെയർ ചെയ്യുന്നില്ല എന്ന്. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾക്ക് പാരൻസായി ഷെയർ ചെയ്യാൻ ചിലപ്പോൾ തോന്നിയെന്ന് വരില്ല. എനിക്ക് എക്സാമ്പിൾസ് പറയാൻ അറിയില്ല, പക്ഷെ ചിലപ്പോൾ പാരൻസിനെ സങ്കടപ്പെടുത്തണ്ടെന്ന് കരുതിയിട്ടാവാം. ഇങ്ങനെയുള്ള ഒരു സൊസൈറ്റിയിൽ ഒരു സൈക്കോളജിസ്റ്റിനെ റുട്ടീനായി പോയി കാണുന്നത്, അല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിനെ റുട്ടീനായി പോയി കാണുന്നത് നോർമലൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഇപ്പോഴത്തെ ജനറേഷന്റെ പല മെന്റൽ സ്റ്റേറ്റുകളും നമ്മൾക്ക് ഹെൽത്തി ആക്കാൻ സാധിക്കും. ബോഡിയുടെ ഹെൽത്ത് പോലെ തന്നെയല്ലേ മെന്റൽ ഹെൽത്തും ഇമ്പോർട്ടൻ്റ് അല്ലേ? നമുക്ക് കുറച്ചുകൂടെ മെന്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാര്യങ്ങളെ നോർമലൈസ് ചെയ്യാൻ ശ്രമിക്കാം. ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഹോം എന്ന ഇന്ദ്രൻസിന്റെ മൂവി. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായും കണ്ടു നോക്കണം കേട്ടോ. നല്ല ഒരു തോട്ട്ഫുൾ ആയിട്ടുള്ള മൂവിയാണ്. ഹോമിൽ ഈ സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നല്ല രീതിയിൽ അവർ പിക്ചറൈസ് ചെയ്തിട്ടുണ്ട്. സ്വയം നിങ്ങളുടെ പ്രോബ്ലംസിന് സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരു ഹെൽപ്പ് തേടുന്നത് ഒരിക്കലും ഒരു നാണക്കേടായി വിചാരിക്കരുത് കേട്ടോ. 4ാമത്തെ ടിപ്പാണ് ടു സ്റ്റേ അവേ ഫ്രം നെഗറ്റീവ് പീപ്പിൾ. ഈ നെഗറ്റീവ് പീപ്പിളിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതിനൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ ലിങ്ക് ഞാൻ ഇവിടെ മുകളിൽ കൊടുക്കാം, പോയി കണ്ടു നോക്കണം കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും നിങ്ങളുടെ കുടുംബത്തിലുള്ള അംഗങ്ങൾ തന്നെയാണ് നെഗറ്റീവ് പീപ്പിൾ എങ്കിലോ? നിങ്ങളുടെ നിങ്ങളുടെ പാരൻസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ്, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ, ഇവരൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് നെഗറ്റീവ് പീപ്പിളായിട്ട് തോന്നുമെങ്കിലോ? അവരുടെ അടുത്തുനിന്ന് സ്റ്റേ അവേ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അവരുടെ അടുത്തുനിന്ന് അവരാണ് നിങ്ങളുടെ നെഗറ്റീവ് പീപ്പിൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ കൂടുതൽ അടുപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. നിങ്ങളുടെ സർക്കിളാണത്, നിങ്ങളുടെ ഫാമിലിയാണത്. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ എന്താണ്? കുടുംബാംഗങ്ങൾ തന്നെയാണ് നെഗറ്റീവ് പീപ്പിൾ എങ്കിൽ നമ്മുടെ സൊല്യൂഷൻ എന്താണ്? അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ. ഞാനിത് പറയുമ്പോൾ അതിൻ്റെ സ്ട്രെങ്ത് നിങ്ങൾക്ക് മനസ്സിലാവില്ല, പക്ഷെ നിങ്ങൾ ലൈഫിൽ ഫോളോ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളുകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങളോടുള്ള ആ ഒരു സമീപനം ഉണ്ടല്ലോ, അതിൽ വരുന്ന വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് ശരിക്കും ലൈവായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു കാര്യമാണ്. കുടുംബാംഗങ്ങളാണ് നിങ്ങളുടെ നെഗറ്റീവ് പീപ്പിൾ എങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ മാറിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാതെ നേരെ കുടുംബം സ്പ്ലിറ്റ് ചെയ്യുന്നതിനെ പറ്റിയല്ല ചിന്തിക്കേണ്ടത്. ഭർത്താവും ഭാര്യയാണെങ്കിൽ ഡൈവേഴ്സിനെ പറ്റിയല്ല ചിന്തിക്കേണ്ടത്. അതേസമയം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വേണ്ടുന്ന വ്യത്യാസം ദൈവം നിങ്ങൾക്ക് തരും. ദൈവം എന്നുള്ള ഒരാൾ മുകളിലുണ്ട്. നിങ്ങൾക്ക് ആർക്കോ ഒന്നും സംശയമില്ലല്ലോ അല്ലേ? ഇനി സംശയം ഉണ്ടെങ്കിൽ വേറൊരു വീഡിയോ ഞാൻ അതിനെപ്പറ്റി ചെയ്തിട്ടുണ്ട്, ഹൗ ടു ഗെറ്റ് ക്ലോസർ ടു യുവർ ഗോഡ്. ഏത് മതത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും ദൈവമായി കൂടുതൽ എങ്ങനെ അടുക്കാമെന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ ആ വീഡിയോയിൽ കൂടുതലും പറഞ്ഞത്. അപ്പോൾ 4ാമത്തെ പോയിന്റ് എന്തായിരുന്നു? ടു സ്റ്റേ അവേ ഫ്രം നെഗറ്റീവ് പീപ്പിൾ. അപ്പോൾ ഫാമിലിയാണ് നെഗറ്റീവ് പീപ്പിൾ എങ്കിലുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഇനി നോർമലി ഉള്ള സ്ട്രേഞ്ചേഴ്സ് ആണ്, നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ആണ് നിങ്ങളുടെ നെഗറ്റീവ് പീപ്പിൾ. യു ഷുഡ് ഡെഫിനറ്റ്ലി സ്റ്റേ അവേ ഫ്രം ദം. എന്തെങ്കിലും ഒരു രീതിയിൽ നിങ്ങളുടെ ലൈഫിനെ അത് നെഗറ്റീവായി ബാധിക്കുന്നുണ്ടെന്ന് മനസ്സിലാകുന്ന ആ നിമിഷത്തിൽ സ്റ്റേ അവേ, കട്ട് ദം ഓഫ് ഫ്രം യുവർ ലൈഫ്. ഈ ടിപ്പ് കൂടുതൽ ഡീറ്റെയിൽ ആയി ഞാൻ ഹൗ ടു ഹാൻഡിൽ നെഗറ്റീവ് പീപ്പിൾ എന്ന ആ വീഡിയോയിൽ കൂടുതൽ ഡീറ്റെയിൽ ആയി ഞാൻ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ടിപ്പാണ്, ഒരിക്കലും ആ നെഗറ്റീവ് പീപ്പിളുടെ ആ ആറ്റിറ്റ്യൂഡ് നിങ്ങൾ കോപ്പി അടിക്കരുത്. ഇതെന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സിനാരിയോ പറഞ്ഞുതരാം. ഒരാൾ, ഒരു നെഗറ്റീവ് പേഴ്സൺ നിങ്ങളെ ഒരു സോഷ്യൽ ഗ്യാതറിങ്ങിൽ നിങ്ങളെ ബീലിറ്റിൽ ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചു, നിങ്ങളെ അടിച്ചു താഴ്ത്തുന്ന രീതിയിൽ എന്തെങ്കിലും സംസാരിച്ചു. തമാശ എന്നുള്ള ഒരു പേരിലാണ് സംസാരിച്ചതെങ്കിലും നിങ്ങൾക്കത് ഹേർട്ടായി. ഞാൻ 2 സെനാറിയോകൾ പറഞ്ഞുതരാം. ഈ സിറ്റുവേഷനിൽ നിങ്ങൾ സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ്. ആ സമയം സോഷ്യൽ ഗ്യാതറിങ്ങിൽ നിങ്ങളുടെ ആ കൂട്ടത്തിൽപ്പെട്ട മറ്റാളുകൾ ഈ വ്യക്തിയെ പറ്റി മിക്കവാറും മോശമായിരിക്കും വിചാരിക്കുക. കാര്യം അവരുടെ തൊട്ടടുത്ത ഒരു അംഗമായ ഒരാളെ സോഷ്യൽ ഗ്യാതറിങ്ങിൽ ബീലിറ്റിൽ ചെയ്തിരിക്കുന്നു. ഇനി അതേ സെനാറിയോയിൽ തന്നെ നമ്മളത് റിയാക്ട് ചെയ്യാണ് എന്ന് വിചാരിക്കട്ടെ. നമ്മൾ തിരിച്ച് ബീലിറ്റിൽ ചെയ്യണം. നമ്മൾ അവരെ കോപ്പി അടിക്കുകയാണ്. അവരുടെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്, അവർ നമ്മളിലേക്ക് ആക്കിയ ആ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മൾ തിരിച്ചും കാണിക്കുകയാണ്, അതേ സോഷ്യൽ ഗ്യാതറിങ്ങിൽ തന്നെ. അപ്പോൾ അയാളെ പറ്റി മോശം വിചാരിച്ച അതേ കാര്യം തന്നെ നമ്മളെ പറ്റിയും മോശം വിചാരിക്കില്ലേ? അപ്പോൾ നമ്മൾ റിയാക്ട് ചെയ്തുകൊണ്ട് എന്തെങ്കിലും കാര്യം ഉണ്ടായോ? അല്ലെങ്കിൽ നമ്മൾ അവരുടെ ആ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മൾ തിരിച്ച് അതുപോലെ തന്നെ കൊടുത്തതുകൊണ്ട് നമ്മൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടായോ ആ സോഷ്യൽ ഗ്യാതറിങ്ങിൽ? ചിലപ്പോൾ നമുക്ക് മനസ്സമാധാനം കിട്ടി കാണും, പക്ഷേ നമുക്കത് എഫക്റ്റീവ് ആയോ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അതൊരിക്കലും എഫക്റ്റ് ആവുന്നില്ല. അതേഴ്സ് തിങ്ക് ദ സെയിം ബാഡ് അബൌട്ട് യു അല്ലേ? ഇഫ് യു ബിലീവ് യു ആർ എ ബ്യൂട്ടിഫുൾ ക്രിയേഷൻ ഓഫ് ഗോഡ്, നെവർ കോപ്പി ദ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഓഫ് ദ നെഗറ്റീവ് പീപ്പിൾ അറൗണ്ട് യു. അവരും നമ്മൾ അനുഭവിച്ച അതേ പെയിൻ അനുഭവിക്കട്ടെ എന്ന് നമ്മൾ കരുതും, പക്ഷേ മറ്റുള്ളവർ നമ്മളെ മോശമായി കരുതും. പിന്നെ അയാളും താനും തമ്മിൽ എന്താണ് വ്യത്യാസം? നെഗറ്റിവിറ്റിൻ്റെ ഇടയിൽ ജീവിക്കുമ്പോഴും പോസിറ്റിവിറ്റി എങ്ങനെ കാണാമെന്ന് ഞാൻ ഈ പറഞ്ഞ ടിപ്പുകൾ വഴി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒരു റീക്യാപ്പ് പോയാലോ? ഫസ്റ്റ് ആയിരുന്നു റൈറ്റ് എ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ. സെക്കൻഡ് ആയിരുന്നു
To write your feelings, do journaling every day before you go to sleep. If you can't handle it on your own, don't ever be ashamed to seek help. Consult with a psychologist or a therapist. Fourth tip was keep away from negative people. Last tip was never copy the negative attitude of the negative people around you. Okay, thanks for watching. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ബൈ.